എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. അപ്പോൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഇന്ത്യൻ സ്ട്രീറ്റ് ഫുഡ് ഐറ്റംസിലെ ഒരു ഐറ്റമാണ്. ചന ചാട്ടാണെന്ന് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്കിത് വെള്ളക്കടല വെച്ചിട്ടും ചെയ്യാം. ഞാനിവിടെ ബ്ലാക്ക് കളറിലെ കടലയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഭയങ്കര പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. നമുക്ക് എങ്ങനെ ചെയ്യണമെന്ന് നോക്കിയാലോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ കടല കുതിർത്തിട്ട് വേവിച്ചെടുത്ത് വെച്ചിരിക്കുന്നതാണ്. വേവിക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഉപ്പിട്ടിട്ട് വേണം വേവിക്കാൻ. അപ്പം അത് ഉപ്പിട്ട് നമ്മൾ വേവിച്ച് വെച്ച കടല 1 കപ്പ്. നമ്മൾ ചന ചാട്ടിൽ ഗ്രീൻ ചട്നി ഉപയോഗിക്കും. അപ്പോൾ ഗ്രീൻ ചട്നി ഉണ്ടാക്കാനായിട്ട് കുറച്ച് പുതിനയുടെ ഇല, അതുപോലെ തന്നെ കുറച്ച് മല്ലിയില. നമ്മൾ പുതിനയില എടുക്കണതിൻ്റെ ഇരട്ടി നമ്മൾ മല്ലിയില എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. പിന്നെ വേണ്ടത് 2 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു നാരങ്ങയുടെ പകുതി നീര്, 1 ടീസ്പൂൺ തൈര്. തൈര് താല്പര്യമില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെള്ളം ചേർക്കാം. അപ്പോൾ ഇനി ഇതെല്ലാം ഉപ്പും ചേർത്തിട്ട് നല്ലപോലെ നമുക്ക് അരച്ചെടുക്കാം. നമ്മുടെ ഗ്രീൻ ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറുനാരങ്ങ നീരിന് പകരമായിട്ട് വിനാഗിരി വേണമെങ്കിൽ ഉപയോഗിക്കാം. അതുപോലെ തന്നെ പച്ചമുളകിൻ്റെ എണ്ണം നിങ്ങളുടെ എരിവിൻ്റെ ഒരു ഇഷ്ടത്തിനനുസരിച്ചിട്ട് മാറ്റം വരും. ചന ചാട്ടിലേക്കുള്ള അടുത്ത ചട്നി തയ്യാറാക്കാം. അപ്പോൾ അതിനായിട്ട് ആവശ്യമായിട്ടുള്ളത് 10 ഈന്തപ്പഴമാണ്. അടുത്ത ഇൻഗ്രീഡിയൻറ്റ് കോൽപ്പുളിയാണ്, നമ്മൾ സാമ്പാറിലൊക്കെ ഇടുന്ന പുളി. അപ്പോൾ ഇത് ഒരു നാരങ്ങ വലിപ്പത്തിലുള്ള അത്ര അളവെടുക്കുക. എന്നിട്ട് നമുക്കിതിന് വെള്ളത്തിൽ കുതിർത്ത് വെക്കാം. അപ്പോൾ നമുക്ക് ചട്നി ഉണ്ടാക്കാനായിട്ട് ആദ്യം ഈ ഡേറ്റ്സ് ഒന്ന് വെള്ളത്തിലിട്ടിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അതൊന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഈ ചട്നിയിലേക്ക് മധുരത്തിനായിട്ട് നമ്മൾ ഡേറ്റ്സ് ഓൾറെഡി എടുത്തിട്ടുണ്ട്. കുറച്ച് ശർക്കരയും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. അത് എത്ര ശർക്കര, അപ്പോൾ ശർക്കര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആ പുളി പിഴിഞ്ഞ വെള്ളം കൂടി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അത്യാവശ്യം കട്ടിയിൽ തന്നെ, ഒരുപാട് വെള്ളം ഒഴിക്കണം. ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ട് കുറച്ച് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനവിടെ എടുത്തിരിക്കുന്നത് 1/2 ടീസ്പൂൺ ജീരകത്തിൻ്റെ പൊടി, ചെറിയ ജീരകല്ലേ അതാണ് കേട്ടോ. പിന്നെ വേണ്ടത് 1/2 ടീസ്പൂൺ ചുക്കുപൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ ചാട്ട് മസാല. നിങ്ങളുടെ അടുത്ത് ചാട്ട് മസാല ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ബ്ലാക്ക് സോൾട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഇതെല്ലാം കൂടി നമ്മളിനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ മസാലപ്പൊടികൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ അടുത്ത് ബ്ലാക്ക് സോൾട്ട് ഉണ്ടെങ്കിൽ പിന്നെ ചാട്ട് മസാലയുടെ ആവശ്യമില്ല. എൻ്റെ അടുത്ത് ബ്ലാക്ക് സോൾട്ട് ഇല്ലാത്ത കാരണമാണ് ഞാനിപ്പോൾ ചാട്ട് മസാല എടുത്തിരിക്കുന്നത്. ഇനി നന്നായിട്ടൊന്ന് തിളച്ച് യോജിക്കട്ടെ. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ട് തിളച്ച് കുറുകി വരണം. അത്യാവശ്യത്തിന് വെള്ളമൊക്കെ ഒന്ന് വറ്റണം. അതിനുശേഷം നമുക്കിത് മിക്സിയിൽ അരച്ചെടുത്ത് വെക്കാം. അപ്പോൾ നമ്മുടെ ഡേറ്റ്സ് ടാമറിൻ്റെ ചട്നിയും കൂടി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം കൂടി അസംബിൾ ചെയ്യാൻ തുടങ്ങാം. ചാട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് വെജിറ്റബിൾസ് ഞാനിവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു സവാള നല്ലപോലെ ചെറുതാക്കി കട്ട് ചെയ്തത്, അതുപോലെ തന്നെ ഒരു ചെറിയ കുക്കുംബറിൻ്റെ പകുതി, ഒരു തക്കാളി നന്നായി മുറിച്ച് വെച്ചത്, കുറച്ച് മല്ലിയില അരിഞ്ഞു വെച്ചത്. ആദ്യം നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1/2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ചാട്ട് മസാല. ചാട്ട് മസാല നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ നമുക്കത് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ്. ഇത് നമുക്കെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്യാം. നമുക്കിതിലോട്ട് വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. കുക്കുംബർ, തക്കാളി, ഉള്ളി, അതുപോലെ തന്നെ നമ്മുടെ മല്ലിയില. ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇതിലോട്ട് നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച ഡേറ്റ്സ് ടാമറിൻ്റെ ചട്നി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഗ്രീൻ ചട്നിയും കൂടി ഓരോ ടീസ്പൂൺ വീതം ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ചന ചാട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്യണം. അതുപോലെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്യണം. അപ്പോൾ അടുത്ത നല്ലൊരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണുന്നവരേക്കും നന്ദി, നമസ്കാരം.